ഇന്നലെ നടന്ന ഇന്ത്യ അഫ്ഗാൻ ആദ്യ T20 ഇന്ത്യ മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. പക്ഷേ ആരാധകർ നിരാശയിലായിരുന്നു. കാരണം രോഹിത് ശർമ്മ ഡെക്കിലാണ് പുറത്തായത്. രോഹിത് ശർമ്മയെ ശുഭ്മാൻ ഗില്ലെ പുറത്താക്കിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു റണ്ണൗട്ടിലൂടെയാണ് രോഹിത് ശർമ്മ ഔട്ടായത്. ഇപ്പോഴിതാ ഗില്ല് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് ഇന്നലെ സംഭവിച്ചതെന്ന് ഗില്ല് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്ക് ഒരു എതിരാളി പോലുമല്ലായിരുന്നു. ഇന്ത്യ ഈസി ആയിട്ടാണ് കളി ജയിച്ചത്. ശിവൻ ദൂബെ മികച്ച ബാറ്റിംഗാണ് ഇന്നലെ പുറത്തെടുത്തത്. മലയാളി താരം സഞ്ജുവിനെ കളിക്കാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ കളി ജയിച്ച ശേഷം രോഹിത് ശർമ്മയുടെ ഔട്ടിനെ പറ്റി ശുഭ്മാൻ ഗിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. രോഹിത് ശർമ്മ ഞങ്ങളുടെ ക്യാപ്റ്റനാണ്. രോഹിത് ശർമ്മ ഓടാൻ ശ്രമിച്ചു. ഞാൻ ശരിക്കും അത് ഓടേണ്ടതായിരുന്നു. എന്നാൽ രോഹിത് ഓടിയത് ഞാൻ കണ്ടില്ല. രോഹിത് അടിച്ച ആ ഷോട്ട് നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ. പക്ഷേ രോഹിത് ആണെങ്കിൽ അടിച്ച വഴിക്ക് തന്നെ ഓടി വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇത് എൻ്റെ ഭാഗത്തുണ്ടായ തെറ്റാണ്. സ്റ്റാർട്ടിങ്ങിലെ തന്നെ ഞാൻ ഓടിയെങ്കിൽ ഉറപ്പായിട്ടും ക്രീസിലെത്തിയേനെ. എൻ്റെ ഭാഗത്തുണ്ടായ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് രോഹിത് ശർമ്മ ഔട്ടായത്. അതിൽ ഞാൻ ഒരുപാട് ഖേദിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല. വിക്കറ്റ് പോയ ശേഷം രോഹിത് ശർമ്മ എന്നോട് ദേഷ്യപ്പെട്ടു. അതിന് രോഹിത്തിന് അവകാശമുണ്ട്. കാരണം തെറ്റ് ചെയ്തത് ഞാനാണെന്നും വരുന്ന മത്സരത്തിൽ ശ്രദ്ധിച്ച് കളിക്കുമെന്നും ശുഭ്മാൻ ഗില്ലെ വ്യക്തമാക്കി. ഓപ്പണിങ്ങിൽ രോഹിത് ശർമ്മയുടെ ഒരു വെടിക്കെട്ടിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരുന്നത്. പക്ഷേ രോഹിത്തിന് അതിന് സാധിച്ചില്ല. പെട്ടെന്ന് തന്നെ റണ്ണൗട്ടായി. എങ്കിലും ഇന്ത്യ മികച്ച വിജയമാണ് ഇന്നലെ സ്വന്തമാക്കിയത്. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്ക് ഒരു എതിരാളി പോലുമല്ലായിരുന്നു. ഇന്ത്യ ഈസി ആയിട്ട് കളി ജയിച്ചു. ശിവൻ ദൂബെയാണ് മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തത്. എങ്കിലും ഇന്നലെ അഫ്ഗാനിസ്ഥാൻ 158 റൺസ് എടുക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. പണ്ടത്തെ അഫ്ഗാനല്ല ഇപ്പോഴത്തേത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഇന്നലെ രോഹിത് ശർമ്മയുടെ ഔട്ട് ആരുടെ ഭാഗത്താണ് തെറ്റ്? ഗില്ലിൻ്റെയോ രോഹിത്തിൻ്റെയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.